പ്രതിഭ എംഎൽഎയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 18.02 ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം പെരിങ്ങാല ഗവൺമെന്റ് എൽപി സ്കൂളിന് പുതുതായി വാങ്ങി നൽകിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. പ്രതിഭ എംഎൽഎ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അഡ്വക്കേറ്റ് പ്രതിഭ എംഎൽഎയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 18.2 ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം പെരിങ്ങാല ഗവൺമെന്റ് എൽപി സ്കൂളിന് പുതുതായി വാങ്ങി നൽകിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് അഡ്വക്കേറ്റ് പ്രതിഭ എംഎൽഎ നിർവഹിച്ചു. സ്കൂൾ ബസ്സിൽ കാണാനും അതിൽ കയറാനും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു സന്തോഷം കൂടി പങ്കുവെക്കണം. ധാരാളം കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാൻ കഴിഞ്ഞു. അത് എന്നേക്കാൾ കൂടുതൽ എണ്ണി പറയാൻ ഷാമിലിക്ക് പറ്റും. നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കൗൺസിലേഴ്സ് തന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെ ഇരിക്കുന്ന ഗംഗയാണെങ്കിലും ബിജു ആണെങ്കിലും അതുപോലെ ബിനു അശോക് ആണെങ്കിലും ആദർശും ഷാമിലി ഇവർ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഓരോരുത്തരും അവരുടെ വാർഡിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ബിനു അശോക് ഇവിടെ വന്നിരിക്കുന്നത് കൃഷ്ണ അവാർഡ് മെമ്പർ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ബിനു ചേച്ചി ഇവിടെ വന്നത് കൃഷ്ണപുരത്തെ സ്കൂളിൽ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആലോചിച്ച് ഇതാരാണ് വഴിതെറ്റിയ ഒരാൾ, ഒരു പുതിയ പഠനം ഈ സമരമുഖത്തൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. അത് അന്ന് എന്നോട് വന്നിരിക്കും സ്ഥലം നമ്മുടെ കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂളിൽ മതിൽ കെട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച 2 മണിക്കൂറാണ് എന്നെ ആ വെയിലത്ത് കൊണ്ട് ഈ കൗൺസിലറും ടീമും കൊണ്ട് നിർത്തി. യാത്രസംഘം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലമൊക്കെ എടുത്ത് മതിൽ കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ സ്ഥലം ആരുടെയാണെന്ന് തർക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദേവസ്വത്തിൻ്റെതാണെന്ന് അവർ, സ്കൂളിൻ്റെ ആണെന്ന് അവർ. ലാസ്റ്റ് ഞങ്ങൾ ചോദിച്ചു രേഖയുണ്ടോന്ന്. 2 പേരും ഈ രേഖ മാത്രമേ കാണിച്ചുള്ളൂ. 2 പേരിലും ഈ രേഖ മാത്രമേ ഉള്ളൂ, രേഖയൊന്നും കാണിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ പ്രയാസമെന്നറിയോ ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും. പക്ഷെ ഞങ്ങളൊക്കെ അതിങ്ങനെ കുറച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് നാടിനൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ ഈസിയാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനമെന്ന്. പക്ഷേ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. അത് ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറയുകയാണ്, ഒരു തീരുമാനം പറഞ്ഞാൽ പോലും 140 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരുപോലെ നടത്തണമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനമാണ് അത് നന്നാവേണ്ടത്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, ഇവിടെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ കണ്ടുപിടിക്കുന്ന ഒരു നാടിന്ന് കേരളമാണ് അല്ലേ. ദരിദ്രരിൽ അതിദരിദ്രരെ കണ്ടെത്തി അവരെ നമ്മുടെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് സാധാരണ ജീവിതം കൊടുക്കാൻ പോലും തയ്യാറാവുന്ന ഒരു ഗവൺമെന്റാണ്. ഇതൊക്കെ നമ്മൾ നടപ്പാക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥ സംവിധാനം വേണം കണ്ടെത്താനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പാർക്ക് ജംഗ്ഷന്റെ ഇവിടെ ഒരു ഫംഗ്ഷൻ പൊട്ടിക്കിടക്കുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ വിളിക്കുകയാണ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, നഗരസഭാ കൌൺസിലർമാരായ ലേഖ മുരളീധരൻ, ഗംഗാദേവി ആർ, ബിജു, ബിനു അശോകൻ, സ്കൂൾ HM ജയന്തി SR, സ്കൂൾ PTA പ്രസിഡന്റ് ശൈലേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.